കേരള സർവകലാശാല ക്യാമ്പസിലെ എസ്എഫ്ഐയുടെ രാപ്പകൽ ഉപരോധ സമരം അക്രമാസക്തമായി. ഗവർണർ ഇടപെട്ട് ഡിജിപിക്ക് നിർദ്ദേശം നൽകി സമരക്കാരെ ക്യാമ്പസിന് പുറത്താക്കി. സർവകലാശാല യുവജനോത്സവം നടത്തുന്നതിന്റെ ബജറ്റ് വിഹിതമായ 50 ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെയാണ് രാപ്പകൽ സമരം ആരംഭിച്ചത്. ഇന്ന് സമരം അക്രമാസക്തമായി. വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ബലം പ്രയോഗിച്ച് കടന്ന് രജിസ്ട്രാറെയും ജീവനക്കാരെയും ഉപരോധിച്ചു. യൂണിവേഴ്സിറ്റിയുടെ വസ്തുവകകൾക്ക് കേടുപാട് വരുത്തി. വിസി ഡോക്ടർ മോഹനൻ കുന്നുമേൽ സർവകലാശാലയിൽ ഹാജരായിരുന്നില്ല. എങ്കിലും വിസി ഗവർണറെ നേരിട്ട് വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ സമരക്കാരായ വിദ്യാർത്ഥികളെ മുഴുവൻ ക്യാമ്പസിൽ നിന്നും അടിയന്തരമായി ഒഴിപ്പിക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകി. തുടർന്നാണ് പോലീസ് സമരക്കാരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയത്. സർവകലാശാല വസ്തുവകകൾക്ക് നാശനഷ്ടം വരുത്തിയവർക്കും ഓഫീസിൽ അതിക്രമിച്ചു കടന്ന് ഓഫീസ് പ്രവർത്തനം നിശ്ചലമാക്കിയ വിദ്യാർത്ഥികൾക്കുമെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകാൻ വിസി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ഈ മാസം തന്നെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താൻ വിസി ഉത്തരവിട്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പുതിയ യൂണിയൻ ഭാരവാഹികൾക്കായിരിക്കും യുവജനോത്സവത്തിന്റെ സംഘാടക ചുമതല. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതമായ 50 ലക്ഷം കൈപ്പറ്റിയവർക്ക് തന്നെ ഈ വർഷത്തെ 50 ലക്ഷം കൂടി വിനിയോഗിക്കാൻ അനുവദിക്കണമെന്ന വാശിയിലായിരുന്നു സമരക്കാരായ യൂണിയൻ ഭാരവാഹികൾ. എന്നാൽ ഗവർണറുടെ ഇടപെടലോടെ എസ്എഫ്ഐ തന്ത്രം പൊളിഞ്ഞു.